പോലീസും ആംബുലൻസൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസ് അടുത്ത് തന്നെ കെട്ടിപ്പൂട്ടേണ്ടി വരും. എന്നിട്ട് ഉറക്കം എന്തായാലും പോയി. ഏതോ ഒരു സ്ഥലത്ത് പെട്ടിരിക്കുക, സേലമൊന്നും എത്തിയിട്ടില്ല. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിപ്പോൾ ഇന്നൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഓഫീസിലിരുന്നിട്ട് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റോടു കൂടിയാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. അതിനുള്ള കാരണം ഞാൻ പെട്ടെന്ന് പറയാം, അധികം മോഷിപ്പിക്കാതെ ഞാൻ കാര്യം പറയാം. ഇപ്പം സമയം 6 ആവുന്നു, 5:50. ഓക്കെ, ഈ ഒരു സമയത്ത് ഞാൻ ഷോലിംഗനല്ലൂർ, ചെന്നൈയിലെ ഷോലിംഗനല്ലൂർ അക്കരെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം 6:10 നമുക്ക് പാലക്കാട്ടേക്കുള്ള ബസ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു 4 ദിവസം മുന്നേ ബുക്ക് ചെയ്തതാണ് ത്രൂ റെഡ് ബസ്. ബസ്സിൻ്റെ പേര് കല്ലട ട്രാവൽസ്. ഞാനത് തുറന്ന് പറയാം, കാരണം ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞതാണ് ഞാൻ കല്ലടയിൽ ആദ്യമായി യാത്ര ചെയ്യാൻ പോകുന്നു, എന്തായിരിക്കും എക്സ്പീരിയൻസ് എന്ന് എന്നോട് പലരും പറഞ്ഞതാണ്. ഇന്നലെയും കൂടിയും പറഞ്ഞതാണ്, കല്ലടയിൽ നീ പോകരുത്, കല്ലട മോശം എക്സ്പീരിയൻസ് ആണ്, അവരുടെ സർവീസ് ഒന്നിനും കൊള്ളില്ല. ഞാനൊന്നും ആലോചിച്ചു എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്ന്. അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി. ആദ്യത്തെ യാത്ര നടക്കുന്നതിന് മുന്നേ തന്നെ ഉത്തരം കിട്ടി. വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ. വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ എന്നൊരു കുറ്റമല്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. വെഹിക്കിൾ എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ഡൗൺ ആവാം. ജേണിക്ക് നടുവിലാണ് ബ്രേക്ക് ഡൗൺ ആവുന്നതെങ്കിൽ യാത്രക്കാർ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് യാത്രയ്ക്ക് മുന്നേ ബ്രേക്ക് ഡൗൺ അപ്ഡേറ്റ് വന്നപ്പോൾ അവരത് യാത്രക്കാരെ അറിയിച്ചു. പക്ഷെ എങ്ങനെ അറിയിച്ചു? ത്രൂ എ മെസ്സേജ് ദാറ്റ് 2 hours ബിഫോർ ഓഫ് ദ ട്രാവൽ. 6:10 ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 4 മണിക്കാണ് എനിക്ക് ആ മെസ്സേജ് വന്നത്. ഞാൻ ആ മെസ്സേജ് കണ്ടത് കുറച്ച് 10 മിനിറ്റ് ലേറ്റാണ്. ഞാൻ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് ബാലേനെ ബസ് കയറ്റി വിടാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഇൻ കേസ് ഞാൻ ആ മെസ്സേജ് കണ്ടില്ലായിരുന്നെങ്കിൽ വാട്ട് ദേ വിൽ ഡു? അവരൊന്നും ചെയ്യത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു കോൾ ചെയ്ത് ഇൻഫോം ചെയ്യണം. നിങ്ങളുടെ സർവീസിനെ ആശ്രയിച്ച് യാത്ര ചെയ്യാൻ പോകുന്ന കസ്റ്റമറിനെ കോൾ ചെയ്ത് ഇൻഫോം ചെയ്യണമെന്ന മര്യാദ പോലും ഇല്ലേ? ഞാനതാ ചോദിക്കുന്നത്. ഞാൻ ഈ വ്ളോഗിങ് ചാനലിലൂടെ ഇത് പറയണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ വ്ളോഗിങ് ചാനൽ. ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ. 70 രൂപയോളം പ്ലാറ്റ്ഫോം ഫീ ഫോർ ദ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ഈടാക്കി. 1470 റുപ്പീസാണ് ഇവിടുന്ന് പാലക്കാടേക്കുള്ള ചാർജ്. 1400 ആണ് എനിക്ക് ഫസ്റ്റ് ക്രെഡിറ്റ് ആയത്. ഞാൻ വിളിച്ച് സംസാരിച്ചു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ? നമുക്ക് റെഡ് ബസ്സിൽ അവരുടെ ഫീഡ്ബാക്ക് ഏറ്റവും ലോവസ്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് കസ്റ്റമർ കെയറിൽ അങ്ങോട്ട് വിളിക്കണം. അവരിങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാമല്ലോ, അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ വിളിച്ചു. ഞാൻ ഫോണൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുപോലെ കസ്റ്റമർ കെയറിലെ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഷീ ഈസ് ജസ്റ്റ് എ പേഴ്സൺ ഹൂം ഐ ക്യാൻ കോൺടാക്ട്. പക്ഷെ നമുക്ക് ആസ് എ കസ്റ്റമർ നമുക്ക് നമ്മുടെ കാര്യം പറയാം. ഞാൻ അത് കാര്യങ്ങൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എനിക്ക് റീഫണ്ട് അലോട്ട് ചെയ്തു. ആൻഡ് താങ്ക്സ് ഫോർ ദാറ്റ്. ആ ഒരു ഇമീഡിയറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്ത വ്യക്തി ആരാണെങ്കിലും ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. എനിക്ക് ഫുൾ റീഫണ്ട് കിട്ടി. അപ്പോൾ നമ്മൾ സംസാരിച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ, സംസാരിച്ചാൽ നമുക്ക് കിട്ടും. സോ ഐ ഗോട്ട് ദ കംപ്ലീറ്റ് റീഫണ്ട്. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. കാരണം അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ സംസാരം ഇങ്ങനെയായിരിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങോട്ട് വിളിച്ച് അത് ഇൻഫോം ചെയ്യണമെന്ന ബേസിക് മര്യാദ പോലും ഇല്ല കല്ലട സർവീസിന്. അതാ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം എൻ്റെ കാര്യം ഓക്കെ, എനിക്കിപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ യാത്ര ചെയ്യേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ 9:20 വേറൊരു ആൾട്ടർനേറ്റ് ബസ് ബുക്ക് ചെയ്തു. കല്ലട അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതൊന്നല്ലല്ലോ. ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ട്രെയിൻ പിടിക്കാൻ അങ്ങോട്ട് ചെന്നൈ മെജസ്റ്റിക് വരെ പോകാൻ മെജസ്റ്റിക് അല്ല പറയുന്നത്, ബാംഗ്ലൂരിലെ ഇവിടെ ചെന്നൈയിലെ MGR സെൻറ്ററിൽ വരെ പോകാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. പക്ഷെ എനിക്ക് ഇന്ന് തന്നെ യാത്ര ചെയ്യണം. ഞാൻ അതുകൊണ്ട് എൻ്റെ വേറൊരു ആൾട്ടർനേറ്റ് സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ യാത്ര ചെയ്യേണ്ട, അത്യാവശ്യം ടൈം ബൗണ്ടായിട്ട് യാത്ര ചെയ്യേണ്ട പലരും ഉണ്ടാവും. അപ്പം നിങ്ങൾ വിളിച്ച് പറയേണ്ട ഒരു ബേസിക് മര്യാദ നിങ്ങൾക്കുണ്ട്. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത പറയും എന്നുള്ള ആ പേടി കൊണ്ട് വിളിച്ച് പറയാതിരിക്കരുത്. പ്രായമായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ആ ഒരു ബസ്സിനെ ആശ്രയിച്ച് ചിലപ്പോൾ നാട്ടിലേക്ക് പോകേണ്ടതുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത് വല്ല മക്കള് അല്ലെങ്കിൽ പേരമക്കളൊക്കെ ആയിരിക്കും. അവർ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും രാജ്യങ്ങളിലായിരിക്കും. അവർക്കൊരു അപ്ഡേറ്റ് കിട്ടാതെ അവർ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കഷ്ടപ്പെടുന്നതാണോ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസ് അടുത്ത് തന്നെ കെട്ടിപ്പൂട്ടേണ്ടി വരും. ഉള്ള കാര്യം പറയാം. ആളുകൾ ഇങ്ങനത്തെ ഫീഡ്ബാക്കാണ് തരുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് പലരും എന്നോട് മോശം അഭിപ്രായം പറഞ്ഞു. എനിക്ക് പക്ഷെ പേഴ്സണലായിട്ട് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഞാൻ വേറെ പല ബസ് സർവീസിന് യാത്ര ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മോശം സർവീസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വണ്ടിയിൽ കയറിയിട്ട് പോലില്ല, പക്ഷെ അപ്പം തന്നെ അതിന് മുന്നേ തന്നെ മോശം സർവീസ്.
അതൊക്കെ പോട്ടെ. സമയം ഇപ്പോൾ 8:30. അപ്പോൾ നമ്മൾ ഷോലിംഗനല്ലൂർ അക്കരയിലുള്ള ഉപവിഹാറിലാണ് ഉള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചത് ബിലാലിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. പക്ഷേ അവിടെ നോൺ വെജാണ് കൂടുതൽ. യാത്രയല്ലേ, എന്തെങ്കിലും വെജിറ്റേറിയൻ മതി. അപ്പോൾ ഇവരുടെ ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗീ റോസ്റ്റ് പോലെയല്ല ഇവരുടെ ഗീ റോസ്റ്റ്. ഇത് കുറച്ചും കൂടി ഒരു കർണാടക സ്റ്റൈൽ ഗീ റോസ്റ്റാണ്. ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മിനി ഡിന്നർ. ആ ഗീ റോസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്ന സാമ്പാറും ചട്നിയൊക്കെ ഞാൻ തുടച്ച് കഴിച്ചു. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണേ എന്തായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന്. നമ്മളോട് ബസ്സുകാരൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു 15 മിനിറ്റിലെത്തും, ഈ ഡോക്ടർ രാജ് ക്ലിനിക്കിന് മുന്നിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ അവർ ജേർണി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ചെന്നൈ ടു പാലക്കാട്. കല്ലടയിൽ ഒരു ലോവർ ബർത്തൊക്കെ ബുക്ക് ചെയ്ത് ഇരിപ്പായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് കല്ലട വിധിച്ചിട്ടില്ല. നമുക്ക് YAS ട്രാവൽസിലാണ് യാത്ര വിധിച്ചിരിക്കുന്നത്. നോ പ്രോബ്ലം, ഐ എം ഹാപ്പി വിത്ത് അപ്പർ ബർത്ത്. അങ്ങനെ പാലക്കാട് 5:45 ആകുമ്പോഴേക്കും എത്തുന്നു തോന്നുന്നു. അതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ അവർ നിർത്തും. ഇവരുടെ സ്ഥിരം ഏതെങ്കിലും ഹാൾട്ട് സെൻറ്റർ ഉണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു സ്ഥലത്ത് നിർത്തി. എവിടെ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല. ഒരു രാത്രി 3 മണിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് റൂമിലൊക്കെ പോകാൻ തോന്നുമല്ലോ. ഞാൻ ആ വ്ളോഗിൽ ഇത് പറഞ്ഞല്ലോ, ഒന്നാമത് ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. അവിടെ റെസ്റ്റ് റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിരിക്കുന്ന സ്ത്രീ ഈ മൂത്രമൊഴിക്കാൻ പോകുന്ന ആളുകളുടെ നിന്ന് 10 രൂപയോ വാങ്ങുന്നത്. 10 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അങ്ങനെ കണക്ക് പറയാൻ തോന്നരുത് കേട്ടോ. അല്ല, കണക്ക് പറയല്ല, ഏതാ സ്ഥലം ഏതാ ഒന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറയാം, ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. നല്ല ബിസിനസ്സല്ലേ ഇത്. ഞാൻ 5 രൂപ കൊടുത്തേ. അപ്പം 5 രൂപ കൊടുത്തപ്പോൾ അവർ പറയാം, സാർ 10 രൂപ കൊടുங்க സാർ. എന്നാ സാർ ഇത് എന്തോന്നിത്? അത് മര്യാദക്ക് വെള്ളം ഒഴിച്ച് കഴുകുന്ന പോലും ഇല്ല ബാത്റൂമിൽ, ടോയ്ലറ്റ്. എന്നിട്ട് ഒരാളുടെ നിന്ന് 10 രൂപ. നല്ല ബിസിനസ്. കാരണം ഒരു തവണ വന്ന കസ്റ്റമേഴ്സ് അല്ലല്ലോ അടുത്ത തവണ വരുന്നത്. പിന്നെ ഈ കാര്യത്തിലൊന്നും ആരും കണക്ക് പറയൂല. അതായത് നല്ല പരിപാടിയാണ്. രാത്രി കുറച്ച് സമയം ഇങ്ങനെ കസേര കെട്ടിയിരിക്കണം എന്ന് മാത്രം. അതല്ല, നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഒപ്പിക്കാന്ന് വെച്ച് പോയാൽ അവിടെ ഏതെങ്കിലും ചെക്കന്മാരുണ്ടാവും. അവന്മാർ എന്നാ സാർ 10 രൂപ കൂടെ കൊടുക്കുക വഴിയില്ലേ സാർ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവരുടെ റെസ്റ്റ് റൂം ഉപയോഗിക്കും. എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ്. നമുക്ക് നാട്ടിലേക്കുള്ള യാത്ര ഞാൻ എന്തായാലും കുറച്ച് നേരം ഉറങ്ങായിരിക്കും. അത് എവിടെയെങ്കിലൊക്കെ നിർത്തുമ്പോൾ കാണാം. 11 മണിക്ക് മഹാബലിപുരത്ത് നിർത്തിയിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങിയിരുന്നില്ല. ഓൾറെഡി ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ റെസ്റ്റ് റൂം പോകേണ്ട ആവശ്യം ഉണ്ടായില്ല ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ 1:42 സമയം. ഇപ്പോൾ നിർത്തിയത് റെസ്റ്റ് റൂമിന് വേണ്ടിയിട്ടല്ല, വേറൊരു കാര്യമാണ്. വണ്ടി ചെറുതായിട്ട് ഫ്രണ്ടിൽ പോയ ബസ്സിൻ്റെ പുറകെ കൊണ്ടിടിച്ചിട്ടുണ്ട്. അത് കാരണം ഡോറ് ലോക്കടാ. വലിയ ഇടിയൊന്നുമല്ല, ചെറിയ ഇടി ഇടിച്ചിട്ടുണ്ട്. ആർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ ഡോറ് ലോക്കഡാണ്. ഭാഗ്യത്തിന് കേട്ടോ, എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇതായി. വലിയ ഇടി ഇടിച്ചിട്ടില്ല, അത് എന്തോ വലിയ ഭാഗ്യം. 12:30 ശേഷം ഡ്രൈവർ മാറിയിട്ട് ഇതിൽ കിളിയായിരുന്ന ചെക്കനാണ് വണ്ടി ഓടിച്ചതെന്ന് നമുക്ക് ചില ആൾക്കാർ പറയുന്നുണ്ട്. എന്താ സത്യാവസ്ഥ എന്നറിയില്ല. സംഭവം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരുന്നായിരുന്നു, അത് മാത്രം നമുക്കറിയാം. ഡ്രൈവറുടെ ഡോറ് വഴി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് യാത്ര ചെയ്യുമ്പോഴുള്ള അവസ്ഥ. എല്ലാം റിസ്ക് ഒക്കെ തന്നെയാണ്. ബൈ ഗോഡ്സ് ഗ്രേസ് ആർക്കും ഒന്നും അപകടം പറ്റിയിട്ടില്ല, ചെറിയ ഇടി ആയതുകൊണ്ട്. എന്തായാലും എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു, പേടിച്ചു കൊട്ടുന്നു. പക്ഷെ കുറച്ച് റാഷായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. എനിക്കും തോന്നി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ടേണിംഗ് ഒക്കെ ഭയങ്കര ഇതായിട്ട് എടുത്തായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഇടി ഇടിച്ചുകൊണ്ട് ആൾ കുറച്ചൊന്ന് പേടിച്ചിട്ട് ഒരു വിജിലൻ്റ് ആയിട്ടുണ്ടാവും. ഏതോ ഒരു സ്ഥലത്ത് പെട്ടിരിക്കുക, സേലം ഒന്നും എത്തിയിട്ടില്ല. വണ്ടി ഇടിച്ചത് ഫ്രണ്ടിലാണ്. ഇയാൾ എന്തിനാണ് കുറേ സമയമായിട്ട് ഈ പുറകിലത്തെ നെയിം ബോർഡ് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ബാക്കിൽ വരുന്ന ഓരോ ട്രാവൽസുകാരും നിർത്തിയിട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്.
ഇതാ ഈ കാണുന്ന A1 ട്രാവൽസിൻ്റെ ഭാരത് ബെൻസ് ബസ്സിൻ്റെ പുറകിലാണ് നമ്മുടെ ബസ് ഇടിച്ചത്. ഇന്നത്തെ ഉറക്കം എന്തായാലും പോയി. ഇതാണ് മുമ്പിലുള്ള ബസ്സിൻ്റെ അവസ്ഥ. അതിൻ്റെ ബാക്കിലെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം മാത്രം ചെറുതായിട്ട് പോയിട്ടുണ്ട്. കാരണം ഭാരത് ബെൻസിൻ്റെ വണ്ടിയല്ലേ, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ വണ്ടി ടാറ്റയുടെയാണ്. സംഭവം ഇവർ പറയുന്നത് ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു വഴിയിൽ. അത് കാരണം A1കാർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. അപ്പോൾ ഇവർ ലൈന് തെറ്റിച്ചിട്ട് പോയിട്ട് ബാക്കിലിടിച്ചു എന്നാണ് പറയണേ. എന്തായാലും രണ്ട് കൂട്ടരും സംസാരിക്കുന്നുണ്ട്. പോലീസ് ഇതാ വന്നു. പോലീസും ആംബുലൻസൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ആർക്കും വലിയ അപകടമൊന്നും പറ്റിയില്ല. അതന്നെ വലിയൊരു സമാധാനം. സ്ഥലം ഇപ്പോൾ ഉഴുന്തൂർ പേട്ടയാണ്, സേലമൊക്കെ എത്തുന്നതിന് മുന്നേ. നമ്മുടെ ബസ്സിൽ കൂടുതൽ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലേഡീസ് വളരെ കുറവാണ്. മറ്റേ ബസ്സിലും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഒരുവിധപ്പെട്ട പാസഞ്ചേഴ്സ് എല്ലാവരും തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ബസ്സിന് പിന്നെ ഡോറ് ലോക്കായതുകൊണ്ട് ഡ്രൈവറുടെ ഡോറ് വഴിയും പിന്നെ എമർജൻസി എക്സിറ്റ് വഴിയും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ആൾട്ടർനേറ്റീവ് ബസ് വന്നിട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം അടുത്തൊന്നും വരുന്നും തോന്നുന്നില്ല. ഉറങ്ങാൻ പോട്ടെ. പോലീസ് വന്നിട്ട് ഡ്രൈവറോട് ചൂടായി. എന്നിട്ട് ഡ്രൈവറോട് വണ്ടി എടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൊണ്ടിടാൻ പറഞ്ഞു. അപ്പം അങ്ങോട്ട് പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ എവിടെയാണെങ്കിലും പണി കിട്ടണം എന്നുണ്ടെങ്കിൽ പണി കിട്ടിയിരിക്കും. ഇതിപ്പോൾ ഒരാൾക്ക് മാത്രമല്ലല്ലോ, കുറേ ആളുകളുണ്ട്. എല്ലാവർക്കും പണി കിട്ടി. കുറേ പേർക്കൊക്കെ രാവിലെ ഓരോ സ്ഥലത്ത് എത്തേണ്ടതാണ്. അവരിങ്ങനെ പറയണ്ടായിരുന്നു, ഏതോ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടതാണ്, ജോയിൻ ചെയ്തില്ലെങ്കിൽ പണിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നാളെ വർക്ക് ചെയ്യേണ്ടതാണ്. കണക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ വീടെത്തുമ്പോഴേക്കും നാളെ ഉച്ചയാവും. നാളെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 4 മണിയായി രാവിലെ. എനിക്കാണെങ്കിൽ ഉറക്കം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്തായാലും തൽക്കാലം രാത്രിയല്ലേ, ആരോടെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ വല്ല മെസ്സേജ് എന്തെങ്കിലുമൊക്കെ അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും പാനിക്കാവും. A1കാരുടെ സ്പെയർ ബസ് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ പാസഞ്ചേഴ്സ് അതിലേക്ക് കയറി. അങ്ങനെ അവർ പോവുകയാണ്. നമ്മുടെ സ്പെയർ ബസ് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടെന്നാണ് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. ദുരിതങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കാം. ആൾട്ടർനേറ്റ് ബസ്സിൽ നമ്മൾ രാവിലെ 5:15 ഉളുന്തൂർപേട്ടയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു 9:30 ആകുമ്പോഴേക്കും പാലക്കാടെത്തും എന്ന് തോന്നുന്നു. നോക്കാം, എപ്പോഴായാലും ഇനിയിപ്പോൾ എത്തണം, അത്രയല്ലോ. അപ്പോൾ കുറച്ച് പകൽ കാഴ്ചകളും കൂടി ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒരു 2 മണിക്കൊക്കെ അടുത്ത് ക്രോസ് ചെയ്യേണ്ട റൈഡാണ്. അപ്പോൾ നമുക്ക് നേരം വെളുക്കുമ്പോഴേക്കൊക്കെ സേലെത്തും.
അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കേസരി കുറച്ച് ആഡംബരമായി പോയില്ലേ എന്നൊരു സംശയം. ശരിക്കുള്ള പ്ലാൻ പ്രകാരം വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആളാണ് ഞാൻ. ബ്രേക്ക്ഫാസ്റ്റിനേക്കാൾ ഉപരി ആ പ്രഭാത കർമ്മങ്ങളൊക്കെ ഒന്ന് നടത്തിയപ്പോൾ ഒരാശ്വാസം. ബസ് ഏതോ ഒരു പാലം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് ഈ ഡ്രൈവറോട് നല്ലൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, വളരെ പതുക്കെ പോയാൽ മതിയെന്ന്. അതുകൊണ്ട് ബസ് ലിറ്ററലി ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിക്കവാറും പാലക്കാടെത്താൻ 12:30 പെട്രോൾ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷന് കയറ്റി. ഇവിടെ കുറേ ലോറികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു ആഗ്രഹം തോന്നിയത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് കാർ ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് ഒരു അഹങ്കാരമായിട്ട് തോന്നരുത് കേട്ടോ, ഒരു ലോറി ഓടിച്ചാൽ കൊള്ളാമെന്ന്. അതിപ്പോൾ റോട്ടിൽ കൂടെ ഓടിക്കണമെന്നൊന്നുമില്ല, വല്ല ഗ്രൗണ്ടിലോ മറ്റോ ഓടിച്ചാലും മതി. ചിലപ്പോൾ നടക്കുമായിരിക്കും അല്ലേ. ഭാവിയിൽ അങ്ങനെ അർജു വ്ളോഗ്സിൻ്റെ ഒരു ലോറി വ്ളോഗ് പ്രതീക്ഷിക്കാം. നടന്നാൽ മതിയായിരുന്നു. മിക്കവാറും ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങാനുള്ള ലക്ഷണമുണ്ട്. അപ്പോൾ എണീക്കുമ്പോഴേക്കും വാളയാർ ബോർഡർ എത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. ഞാൻ എണീറ്റപ്പോഴേക്കും നന്നായി മഴ പെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കേരള ബോർഡർ എത്തി. വാളയാറിനിപ്പുറം നല്ല മഴയാണ്. പിന്നെ YAS ട്രാവൽസ് അത്യാവശ്യം നല്ല സർവീസാണ്. കാരണം ഒരു ആൾട്ടർനേറ്റീവ് ബസ് 2.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചല്ലോ. അതും സെയിം ഫീച്ചേഴ്സൊക്കെ ഉള്ള ബസ്, അല്ലാണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ബസ് അയച്ചു വിടുകയല്ല. ഫൈനലി വി റീച്ച്ഡ് പാലക്കാട് ചന്ദ്രനഗർ. രാവിലെ 5:30, പുലർച്ചെ 5:30 എത്തേണ്ട ബസ് 12:30 എത്തിയിട്ടുണ്ട്. 7 മണിക്കൂർ ലേറ്റ്. എന്നാലും നമ്മൾ എത്തിയല്ലോ, അത്രയും സമാധാനം. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ, പോസിറ്റീവായി കാണുന്നുള്ളൂ. ആ ഇടിയെങ്ങാനും കുറച്ച് സിവിയർ ആയിട്ടുള്ള ഇടിയാണെങ്കിലോ, ഡിലേ ഉണ്ടാവുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. ശരി, ഞാനിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ് നമ്മളുടെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് ഗുരുവായൂർ ബസ് പിടിക്കാം വീട്ടിൽ പോകാൻ. 2 മണിയൊക്കെ ആവും എങ്ങനെ വീടെത്താൻ. വീട്ടിൽ പോയി നേരെ ചോറിനാണ്. പാലക്കാട് KSRTC സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ഗുരുവായൂർ ബസ് ഇവിടെ കിടപ്പുന്നുണ്ട്. എന്നാൽ പിന്നെ അതിൽ കയറിയിട്ട് സീറ്റ് പിടിക്കാം. അങ്ങനെ 2:15 ഇവിടെ എത്തി. ഇന്നലെ 8 മണിക്ക് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടതാണ് റൂമിൽ നിന്ന്. അവിടെ നിന്ന് 9:40 ബസ് സ്റ്റോപ്പിൽ നിന്ന്. വല്ലാത്തൊരു യാത്രാ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ചില യാത്രകൾ, അങ്ങനെയാണ്. പക്ഷേ എന്തായാലും സേഫായി എത്താൻ പറ്റിയല്ലോ. മഴ ഉണ്ടായിരുന്നു ഇടയിൽ. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്ത് തന്നെയാണെങ്കിലും അതൊന്ന് കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് വടക്കൻ കേരളത്തിലേക്കാണ്. നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ് കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് അടുത്ത വ്ളോഗ് വരാൻ പോകുന്നത്. എവിടേക്കാണ് എക്സാക്ട്ലി പോകുന്നത് നമുക്ക് ആ വ്ളോഗിലൂടെ കാണാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം അർജു വ്ളോഗ്സ്. താങ്ക് യു.